ഹലോ വെൽക്കം ബാക്ക് ടു മദേഴ്സ് ഡയറി. ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഹെൽത്ത് ഒരുപാട് ശ്രദ്ധിക്കുന്നവരാണ്. ഇപ്പോൾ ഡയറ്റായിട്ടും എക്സസൈസായിട്ടും യോഗയായിട്ടും ജിമ്മിലൊക്കെ വർക്കൗട്ടായിട്ടും എല്ലാവരും അത്യാവശ്യമൊക്കെ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവുമ്പോൾ തന്നെ നമ്മൾ ഫുഡിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തണം. നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ കുറച്ച് അതിനകത്ത് നമുക്ക് കഴിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഡയറ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പയറുവർഗ്ഗങ്ങളാണ് കേട്ടോ. മുളപ്പിച്ചെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 തരം കടല, അതുപോലെ ചെറുപയർ, വൻപയർ, മുതിര, അങ്ങനെ പയറുവർഗ്ഗങ്ങൾ നമുക്ക് കിട്ടാവുന്ന പയറുവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ, ഒരുപാട് കുക്ക് ചെയ്യരുത്, ഒറ്റ വിസിലുള്ള വേവ് മതി. അത് വേവിച്ചെടുത്ത ശേഷം ഞാനൊരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് നാളികേരം, അത് ഓപ്ഷണലാണ്, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. അപ്പോൾ ഒരു പച്ചമുളകും കുറച്ച് നാളികേരം ചേർത്തിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യുക, കറിവേപ്പില ഇടുക, ഒരു വേണമെങ്കിൽ 1-2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ പയറുവർഗ്ഗങ്ങൾ വേവിച്ചിട്ട് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എടുത്തിട്ട് ഒന്നിങ്ങനെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നാളികേരമൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഡിന്നറിന് ഒരു ചപ്പാത്തിയും ഈ ഒരു സാലഡ് പോലെ ഒക്കെ കഴിക്കുവാണെങ്കിൽ ഹെവി ആയിട്ട് നമ്മുടെ വയറ് നമുക്ക് വിശക്കില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഡിന്നർ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. എങ്ങനെ വേണേലും നമുക്കിത് മാറ്റി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് മമ്മൂക്ക പറഞ്ഞ ഒരു സെൻറ്റൻസാണ്. ചോറ് നമ്മൾ എപ്പോഴും കഴിക്കുന്നത് മരുന്ന് കഴിക്കണം വളരെ വളരെ കുറച്ചായിരിക്കണം, അല്ലെങ്കിൽ ആഹാരം പോലെ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. ഇപ്പോൾ ഞാനും എൻ്റെ ഫുഡ് ഹാബിറ്റിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തി തുടങ്ങി. ചോറിൻ്റെ അളവ് വളരെ കുറച്ചു. നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ഒരു ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറേശ്ശെ കുറേശ്ശെ വേണം നമ്മളത് നമ്മുടെ ബോഡീനെ കൊണ്ടുവരാനായിട്ട്, ആ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കുറച്ച് കുറച്ച് പ്രോട്ടീനും അത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിച്ചു തുടങ്ങിയാൽ കുറേ കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ അത് ആ ഒരു ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്ര അധികം കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ നല്ല ആഹാരശീലങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകാൻ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.